ഇൻഡസ്ട്രി എസ്റ്റിമേറ്റ്സ് പ്രകാരം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏകദേശം 2.5 ലക്ഷം പുതിയ തൊഴിലവസരങ്ങളാണ് ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിൽ വരുമാനമുണ്ടെങ്കിലും ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കാൻ കഴിയാത്തവരുടെ ശതമാനം വളരെ കൂടുതലാണ്. പലർക്കും ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഇല്ല, റിട്ടയർമെന്റ് പ്ലാനിംഗ് ഇല്ല, ശരിയായ ഇൻവെസ്റ്റ്മെന്റ് ഗൈഡൻസ് ഇല്ല. ഇതാണ് പരിശീലനം നേടിയ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനും ബാങ്കിംഗ് പ്രൊഫഷണലുകൾക്കും വലിയ ആവശ്യകത ഇന്ന് സൃഷ്ടിക്കുന്നത്. സർ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ BFSI സെഗ്മെന്റിൽ ബാങ്കിംഗ് മേഖലയിലുള്ള ജോലി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഏരിയയിലായിരിക്കും ഇനി പുതിയ ജോലി സാധ്യതകൾ ഏറെയും കാണുന്നത്? പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോഴും ബ്രാഞ്ച് ബാങ്കിങ് എന്നുള്ളത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമാണെന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. ഒരു ഡെപ്പോസിറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു ഇൻവെസ്റ്ററായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ആ ഇൻവെസ്റ്റർക്ക് വേണ്ടത് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, കറണ്ട് അക്കൗണ്ട് ഇത്യാദി കാര്യങ്ങൾ, അവരുടെ പ്രാഥമിക ബിസിനസ് ആവശ്യങ്ങൾ. അത് കഴിഞ്ഞ് വരുന്ന സർപ്ലസ് സേവിങ്സ് നമ്മൾ എവിടെ ഡിപ്ലോയ് ചെയ്ത് അയാളുടെ സാമ്പത്തിക സേവനങ്ങൾ എന്തൊക്കെയാണ് ആവശ്യം, ഇൻഷുറൻസ് വേണോ, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പിന്നെ മറ്റു രീതിയിലുള്ള നാഷണൽ സേവിങ്സ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇതൊക്കെ. അപ്പോൾ ബാങ്കുകാർ പൊതുവെ ഒരു പോർട്ട്ഫോളിയോ മാനേജറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്നുള്ളത്. അയാളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ അഡ്വൈസ് കൊടുക്കുക, അതിനുള്ള സാധ്യതകളെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുക, ഏതൊക്കെ പ്രോഡക്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഈ രീതിയിലേക്ക് ബാങ്കിങ് തീർച്ചയായിട്ടും മാറുന്നുണ്ട്. അത് കാലാന്തരത്തിൽ അത് കൂടുതലാവുകയുള്ളൂ.